പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ രംഗം വീണ്ടും വലിയ വിവാദത്തിലേക്കാണ് നീങ്ങുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച പ്രത്യേക വോട്ടർ പട്ടിക പരിശോധനയായ SIR നടപടിക്ക് പിന്നാലെ സംസ്ഥാനത്ത് അപൂർവമായ പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ജ്ഞാനേഷ് കുമാർ നടത്തിയ 3 ദിവസത്തെ പശ്ചിമ ബംഗാൾ സന്ദർശനമാണ് പ്രതിഷേധങ്ങൾക്ക് കൂടുതൽ ചൂടേകിയിരിക്കുന്നത്. അദ്ദേഹം പോയ ഓരോ സ്ഥലത്തും വ്യാപകമായ കരിങ്കൊടി പ്രതിഷേധങ്ങളാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത്. കൊൽക്കത്തയിൽ അതിരാവിലെ നടത്തിയ ക്ഷേത്ര ദർശനത്തിനിടയിലും പ്രതിഷേധക്കാരുടെ ശബ്ദം ഉയർന്നത് സംസ്ഥാനത്ത് രൂപപ്പെടുന്ന വലിയ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ സൂചനയായി മാറിയിരിക്കുകയാണ്. ഈ പ്രതിഷേധങ്ങളുടെ കേന്ദ്ര കാരണമായി മാറിയിരിക്കുന്നത് വോട്ടർ പട്ടികയിലെ ചില നടപടിക്രമങ്ങളാണ്. ഏകദേശം 60 ലക്ഷം വോട്ടർമാരെയാണ് മാറ്റി നിർത്തപ്പെട്ടത്. ജുഡീഷ്യൽ ഓഫീസർമാരുടെ പരിശോധനയും റിവ്യൂവും പൂർത്തിയായാൽ മാത്രമേ അവർക്ക് വോട്ട് ചെയ്യുവാനുള്ള അവകാശം ഉറപ്പാക്കുവാൻ സാധിക്കുകയുള്ളൂ. ജനാധിപത്യ വ്യവസ്ഥയിൽ വോട്ടവകാശം ഒരു അടിസ്ഥാന അവകാശമായി കണക്കാക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഇത്രയും വലിയ ജനവിഭാഗത്തെ നിയമപരമായ അനിശ്ചിതത്വത്തിലാക്കിയത് വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. ഇതുവരെ 60 ലക്ഷം പേരിൽ വെറും 10 ലക്ഷം വോട്ടർമാരുടെ റിവ്യൂ മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത് എന്നതാണ് മറ്റൊരു ഗുരുതരമായ പ്രശ്നം. ബാക്കിയുള്ള 50 ലക്ഷത്തിലധികം വോട്ടർമാർ ഇപ്പോഴും അനിശ്ചിതാവസ്ഥയിലാണ്. തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ ഇത്രയും വലിയ ജനവിഭാഗം വോട്ടവകാശത്തിൽ നിന്നും അകറ്റപ്പെടുമോ എന്നുള്ള ആശങ്ക ശക്തമായി ഉയരുന്നുണ്ട്. ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം തന്നെ വോട്ടവകാശമാണെന്നിരിക്കെ ഭരണഘടനാപരമായ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ച ഈ നടപടി ജനാധിപത്യത്തിൻ്റെ ആത്മാവിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ ശക്തമായും ഉയരുന്നത്. പ്രതിഷേധം ഏറ്റവും ശക്തമായി പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് മുർഷിദാബാദ് ജില്ലയിലാണ്. ജില്ലയിലെ 22 നിയമസഭാ മണ്ഡലങ്ങളിലായി ഏതാണ്ട് 11 ലക്ഷത്തിലധികം വോട്ടർമാരെയാണ് മാറ്റി നിർത്തപ്പെട്ടത്. ശരാശരി ഓരോ മണ്ഡലത്തിലും ഏതാണ്ട് 50,000-ഓളം വോട്ടർമാർക്ക് അവരുടെ വോട്ടവകാശം അനിശ്ചിതരായിരിക്കുകയാണ്. ഒരു ജില്ലയിൽ ഇത്രയും വലിയ തോതിൽ വോട്ടർമാർ നിയമക്കുരുക്കിൽ കുടുങ്ങുന്നത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കുന്ന കാര്യമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത്. ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം നയിക്കുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവായ അധീർ രഞ്ജൻ ചൗധരിയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തെരുവുകളിലേക്ക് ഇറങ്ങിയ കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ പ്രാദേശിക സംഘടനകളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ സ്വന്തം രാഷ്ട്രീയ തട്ടകമായ ബർഹാംപൂരിൽ വലിയ പ്രതിഷേധങ്ങളാണ് നടന്നിരിക്കുന്നത്. ബർഹാംപൂർ രാഷ്ട്രീയപരമായി ഏറെ പ്രാധാന്യമുള്ള മണ്ഡലമാണ്. ഇപ്പോൾ അത് BJPയുടെ സിറ്റിംഗ് സീറ്റാണ്. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടും അധീർ രഞ്ജൻ ചൗധരി അവിടെ ശ്രദ്ധേയമായ ലീഡ് നേടിയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം വീണ്ടും ബർഹാംപൂരിൽ നിന്നും വിജയിക്കുകയാണെങ്കിൽ അത് വെറും ഒരു സീറ്റ് നേടി എന്നതിൽ ഒതുങ്ങുന്ന കാര്യമാകില്ല. മറിച്ച് പശ്ചിമ ബംഗാളിൽ രൂപപ്പെട്ടിരിക്കുന്ന മതധ്രുവീകരണത്തിൻ്റെ രാഷ്ട്രീയത്തിന് വലിയ തിരിച്ചടിയായേക്കും. സംസ്ഥാനത്ത് നിലവിൽ ശക്തമായ നടക്കുന്ന രാഷ്ട്രീയ മത്സരം എന്ന് പറയുന്നത് അത് പ്രധാനമായും തൃണമൂൽ കോൺഗ്രസും അതുപോലെ തന്നെ BJPയും തമ്മിലാണ്. ഈ 2 പാർട്ടികളും പലപ്പോഴും ഹിന്ദു മുസ്ലിം ധ്രുവീകരണ രാഷ്ട്രീയത്തെ പ്രചരണ ആയുധമാക്കി ഉപയോഗിക്കുന്നുവെന്നുള്ള വിമർശനം ഉയരാറുണ്ട്. എന്നാൽ കോൺഗ്രസ് പോലുള്ള പാർട്ടികൾ മതരാഷ്ട്രീയത്തിന് പകരം സാമൂഹിക ഐക്യത്തിൻ്റെ രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത്. ഇത്തരം സാഹചര്യത്തിൽ വോട്ടർ പട്ടികയിൽ വലിയ തോതിൽ ആളുകളെ നീക്കം ചെയ്യുന്ന നടപടി അത് രാഷ്ട്രീയപരമായ സംശയങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള മേഖലകളിലാണ് ഈ നടപടി കൂടുതലായും ബാധിച്ചിരിക്കുന്നത് എന്ന ആരോപണവും ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നടപടിക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടോ എന്നുള്ള ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട്. ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റവും വിശ്വാസ്യതയുള്ള സ്ഥാപനങ്ങളൊന്നായി കണക്കാക്കപ്പെടേണ്ട ഒരു സ്ഥാപനമാണ്. എന്നാൽ ഇത്തരത്തിലുള്ള വിവാദ നടപടികൾ ആ വിശ്വാസ്യതയെ തന്നെ ബാധിക്കുമെന്നുള്ള ആശങ്കയും ഇപ്പോൾ വ്യാപകമായി ഉയരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ നീതിയും വിശ്വാസ്യതയും സംരക്ഷിക്കുക എന്നതാണ് കമ്മീഷന്റെ പ്രധാന ഉത്തരവാദിത്വം. അതിനാൽ 60 ലക്ഷം വോട്ടർമാരെ നിയമപരമായ അനിശ്ചിതത്വത്തിലാക്കുന്ന ഈ നടപടിയെക്കുറിച്ച് വ്യക്തമായ വിശദീകരണം നൽകേണ്ടത് അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ്. പശ്ചിമ ബംഗാളിൽ ഉയർന്നിരിക്കുന്ന ഈ പ്രതിഷേധം ഒരു സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ പ്രശ്നം മാത്രമല്ല, ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചയാവുകയാണിപ്പോൾ. ജനങ്ങളുടെ വോട്ടവകാശം സംരക്ഷിക്കപ്പെടുകയും തെരഞ്ഞെടുപ്പ് പ്രക്രിയ പരസ്യവും നീതിയുക്തവുമായിരിക്കണമെന്നതും അത് ഉറപ്പാക്കേണ്ടത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ഒരു വെല്ലുവിളി തന്നെയാണ്.